ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാമറയിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഭയങ്കര വലിയ പാട്ടിയൊന്നും സംസാരിക്കാനും വിടുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഈ പട്ടിയൊന്നും വേണ്ട വീട്ടിൽ. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഈ എൻ്റെ ഒരു വലിയ സർവൈവിങ് സ്റ്റോറി, ഞാനൊരു വലിയ സാഹചര്യത്തെ എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് അവിടെ നിന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് കഥയാണ് പറയുന്നത്? വെയിറ്റ് പറയാം, നമുക്കറിയാവുന്ന കഥ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു 3 വയസ്സുള്ള പ്രായത്തിൽ നമ്മളെ കൊട്ടിയൂർ അമ്പലത്തിൽ വെച്ചിട്ട് എന്നെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇവരെന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാന്ന് പറഞ്ഞ് ഇവരെന്നെ കൊണ്ട് ചാടാൻ പോയതാന്നോ ഒന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ, പക്ഷെ സംഭവം നമ്മള് ഇക്കരെ കൊട്ടിയൂരില്ലവേ, ഇക്കരെ കൊട്ടിയൂരിൽ നമ്മളെല്ലാവരും കൂടി പോയി. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കൂടി, ഞാൻ, അമ്മ, ഏച്ചി, സൈതാൻറ്റി, നമ്മളെല്ലാവരും കൂടി പോയി ഇക്കരെ കൊട്ടിയൂരിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. അന്നേരം ഈ കൊട്ടിയൂർ ഉത്സവത്തിന് സമയം അറിയാമല്ലോ, ഇക്കരെ കൊട്ടിയൂരിൽ ഭയങ്കരമായ ക്യൂ ആയിരിക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഇവർ എന്നെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ മുമ്പിലെല്ലാം കുറേ സ്ഥലം ഇങ്ങനെ ഒഴിവുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് മുമ്പിലെത്തിയാൽ ആദ്യം തോതിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു. അത് ഈ 3.5 വയസ്സ് നീ അതാ ചിന്തിച്ച് വേഗം മുമ്പിലെത്താന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പെട്ടെന്ന് കുറച്ച് മുമ്പോട്ട് പോയി. അപ്പോൾ സ്വന്തം കുട്ടീനെ ശ്രദ്ധിക്കുന്ന അമ്മയെല്ലാം ആണെങ്കിൽ ഈ കുട്ടി മുമ്പോട്ട് പോകുമ്പോൾ ആര് കാണും? അമ്മ കാണും. പക്ഷെ ഈ അമ്മ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതായതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയത് ഇവരാരും കണ്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മുമ്പിലെത്തിയവരെ നോക്കുമ്പോൾ ഇവരാരെയും കാണുന്നില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരും കാണണ്ടായി. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന്, അവിടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമെന്ന്, അവിടെ ഞാൻ എന്താ ചെയ്യേണ്ട? അങ്ങനെ കാണണ്ടായതെങ്കിൽ നീ നിന്റെ കൂടെ വന്ന് എല്ലാവരും കാണണ്ടായതെങ്കിൽ നീ പോയെടുക്കാൻ നീ വന്ന് നോക്കണ്ടേ? അത്ര ബോധമില്ല നീ ആണെങ്കിൽ. അല്ല അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ഒരുങ്ങെളിപ്പിച്ചും പോരാ, ചക്രശ്വാസം ഭരിപ്പിച്ച് കഷ്ടപ്പാട് വെച്ചും പെടുത്തിട്ട് പറയുന്ന കളപ്പ് കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, ഞാൻ എന്നിട്ട് മുമ്പിലെത്തി നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവരെയൊന്നും കാണുന്നില്ല. ഇതെല്ലാം കേൾക്കണ്ട. അപ്പോൾ പിന്നെ എൻ്റെ കൂടെയുള്ളവരൊന്നും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു പൂജാരി അവിടെ ഉണ്ട്. പിന്നെ ആർക്ക് പരിചയമില്ലാത്ത കുറേ ഏതല്ലോ ആൻറ്റിമാരും അമ്മമാരും അച്ഛന്മാരെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇവരെല്ലാം നോക്കി. ലാസ്റ്റ് ഇവരെല്ലാം എൻ്റെ അവസ്ഥ കൊണ്ട് സഹതാപം കൊണ്ട് ഇവരെല്ലാം കരയാൻ തുടങ്ങി. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞു. ഞാൻ നടന്ന് കരയാൻ തുടങ്ങി. 3 വയസ്സുള്ള പിഞ്ചോമന കുഞ്ഞല്ലേ ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നടന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഇവർക്കെല്ലാം സഹതാപം തോന്നി. ഞാൻ അടുത്ത അപ്പാപ്പനോടെല്ലാം പറഞ്ഞു, എനിക്ക് എൻ്റെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല. ഇങ്ങനെയൊന്നും പറയാനുള്ള അവസ്ഥ ആയിട്ടില്ല എനിക്ക് അന്നേരം. ഇതൊന്നും ഇങ്ങനെയൊന്നല്ല ഇതിന്റെ അവസ്ഥ. ആണ് ഇങ്ങനെയൊന്നല്ല. എന്തെങ്കിലും പറയാനാ? നമ്മൾ ക്യൂ നിന്നതിന്റെ ഇടക്ക് ഒരു പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വന്ന് ആരും കാണാണ്ടായി പോയിട്ട് അവര് അവിടെ ഇല്ലവരോട് പറഞ്ഞ് എൻ്റെ പൈസയും പേഴ്സും എല്ലാം അവരെ കൈമിലാന്ന് പറഞ്ഞുകൊണ്ട് അവർ അനൗൺസ് ചെയ്യുന്നിടത്തേക്ക് പോയതാ. ആ ശ്രദ്ധയിൽ ഞങ്ങളെല്ലാവരും കൂടി, ഞാനും സൈതാൻ്റെ അങ്ങോട്ട് നോക്കി നിന്നു. സൂര്യ എൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. നീ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നൂണങ്ങ് കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവർ ലാസ്റ്റ് ആ കരച്ചിലും ബഹളെല്ലാം കഴിഞ്ഞ് വന്ന് അവരെ ആൾക്കാരെല്ലാം തേടി പിടിച്ചെല്ലാം കൊടുത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോളെ കാണുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ റോഡ് വരെ ഓടി. ഒരു കുട്ടി അതിലേ പോകുന്ന കണ്ടിരുന്ന ഒരാൾ പറഞ്ഞ് ഞങ്ങൾ റോഡ് വരെ താഴെ വരെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെയൊന്നല്ല ഗൈസ്, ഇങ്ങനെയൊന്നല്ല. എന്നാ പിന്നെ കാണാണ്ടായി എന്ന് ഇവർ മനസ്സിലാവുന്ന സമയം മുതൽ ഇവരെന്നെ അന്വേഷിക്കണ്ടേ? ഇവരെന്നെ അന്വേഷിച്ചില്ല. എത്രയോ സമയം ഞാൻ ആ പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ട് ഈ 3 വയസ്സായ പിഞ്ചു കുഞ്ഞ് ഞാൻ ആടെ ഇങ്ങനെ നിന്നു. ഇവരാരും എന്നെ അന്വേഷിച്ച് വന്നില്ല. ഒരാൾ എൻ്റെ പരിസരത്ത് പോലും വന്നില്ല. ഞാൻ പരിധി പിടിച്ച് ലാസ്റ്റ് കാണാണ്ടായ അത്രയും പരിധി കൊടുക്കുമ്പോൾ ഞാൻ സൂര്യോട് പറഞ്ഞു, പിന്നെ മോളെ നിന്നെയും കൂടി കാണാണ്ടാകാൻ പാടില്ല എന്നിട്ട് ഓളെ ഒരു സ്ഥലത്ത് ഇരുത്തിച്ച്. കാരണം ഓളെ എന്താ സുരക്ഷിതമായിട്ട് വെക്കാൻ കാരണം? ഓളെ ഇവർക്ക് ഇഷ്ടമാണ്. അന്നത്തെ അവിടെ കൊടുത്ത് മേടിച്ചാണല്ലോ. കിട്ടാത്തതിന്റെ കുറവ് നല്ലോണം ഉണ്ട്. ഞാൻ എന്നിട്ട് ഓളെയും കൂടി കാണാണ്ടാകാൻ
ഞാൻ ഓളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇല്ല സ്ഥലം തേച്ചും പാരതി എന്റെ മോളെ കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകില്ലാന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അമ്പലത്തിന്റെ ഉള്ളിലുള്ള അന്നെ കാണൂലേ ഗൈസ്? എങ്ങനെ അന്നെ കാണൂലേ? അന്വേഷിച്ചിട്ടില്ല, അന്നെ വേണ്ട, ഇവര് കൊണ്ട് ഉപേക്ഷിക്കാൻ കൊണ്ടുപോയതാണ് ഇവർ. ആ സമയത്ത് അങ്ങനെ ഉള്ളിൽ കയറ്റൂല. ലാസ്റ്റ് ഞങ്ങളെല്ലാം കൂടി പരതി ചുറ്റി തിരിഞ്ഞു വരുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാൻ തോന്നി. ഞാൻ ഉള്ളിൽ പോകുമ്പോൾ കുറേ ആള് വട്ടം കൂടി നിന്നിട്ടുണ്ട്. ആ എല്ലാരും ഇങ്ങനെ താഴോട്ട് നോക്കുന്നത് കാണുമ്പോ ഇക്കരെ കൊട്ടിയൂരിന്ന് എല്ലാരും കൂടി ഇങ്ങനെ താഴോട്ട് നോക്കിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇതൊന്നാന്ന് വെച്ചാൽ അവരിങ്ങനെ മാറ്റി ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സാധനം ഇങ്ങനെ നിന്നിട്ട് മുകളിലോട്ട് എല്ലാരും നോക്കി അല്ല, ആ നിഷ്കളങ്കയായ ആ പിഞ്ചോമന കുട്ടീനെയാണ് ഗൈസ് ഇവര് ഈ സാധനം എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്തത്. മനസ്സിലായില്ല? ഇത്രയും ക്രൂരമായ അമ്മേന്റെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഈ കണക്കിന് പറയുന്നെങ്കിൽ ഇത് അന്നേരം ആൾ ചാടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നല്ലേ. അന്നേരം ആൾ ചാടിയില്ലെങ്കിൽ ഇത്ര വിഷമില്ലായിരുന്നു. പക്ഷെ എന്റെ മോളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് നോക്കുമ്പോ ഇപ്പൊ എനിക്ക് സംശയല്ലേ. ആ സ്ഥലത്ത് അന്നത്തെ എന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ ഇപ്പൊ ഈ കഥ പറയാൻ എത്തിച്ചതാ. ഞാൻ പോയി വന്ന് ക്ഷീണിച്ച് വന്നേ അമ്മയൊന്ന് ചോറ് തിന്നോന്ന് ചോദിച്ചാ. ഇതൊന്നും ചോദിക്കാണ്ട് ചോറ് തിന്നു കുടിച്ചാൽ അമ്മ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എന്റെ പുരാണം കഥ പറയാൻ നിൽക്കുന്ന എനിക്ക് ഞാൻ അനുഭവിച്ചെല്ലാം 4 ആളെ അറിയിക്കണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. അതിന് എനിക്ക് കിട്ടിയ ചാൻസ് ആണ് യൂട്യൂബ് ചാനൽ. നോട്ടീസ് അടിച്ചിട്ട് വിതരണം ചെയ്യും, ഇല്ല അനൗൺസ് ചെയ്തോ. വെറുതെയാണ് ഗൈസ്, ഈ വീഡിയോ എടുക്കുന്നതിലും ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുക്കുന്ന ഇഷ്ടം ഇങ്ങനത്തെ എല്ലാം കാര്യമുണ്ടോ പറയലിങ്ങനെ ഉണ്ടാ? ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭയങ്കര സങ്കടം വരൂലേ? എത്രയോ കൊല്ലം മുമ്പ് നടന്ന കാര്യമല്ലേ. എന്നാലും 3 വയസ്സിൽ 22 കൊല്ലം ഉണ്ടായ കുട്ടീനെ ഇങ്ങനെ കൊണ്ടേ കാണിക്കുക. ശ്രദ്ധയുള്ള അമ്മയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടേ കളയുക. നല്ലോണം കിട്ടിപ്പോ. ഇതാണ് കഥ. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന അമ്മമാരെ ഈ അമ്മേനെ പോലെ നിങ്ങൾ ഒരിക്കലും ആവാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, ഡ്രസ്സിന്റെ തുമ്പിനാണ് കെട്ടിയിട്ടോ ഇങ്ങനത്തെ കുരുത്തം കെട്ട് പോകാനായിട്ട്. നിങ്ങളെ മക്കളെ നിങ്ങൾ സുരക്ഷിതമായിട്ട് നോക്കണം. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മക്കളെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ആവാൻ പാടില്ല. പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ബൈ, സീ യു.